നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായി ഗണിക്കപ്പെടുന്ന പുരാണ പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച കൊടികയറും. വാൽമീകി മഹർഷിയാൽ രചിതമായ രാമായണ കാവ്യത്തിൽ ശ്രീരാമ സോദരനായി വാഴ്ത്തപ്പെടുന്ന ഭരതനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക ക്ഷേത്രമെന്ന നിലയിൽ കൂടൽമാണിക്യത്തിന്റെ പ്രസക്തി ഏറെ വലുതാണ്. നളചരിതകർത്താവായ ഉണ്ണിയായിവാര്യരുടെയും കാലത്തിന്റെ കുത്തൊഴുക്കിൽ കോലം കെട്ടുകൊണ്ടിരിക്കുന്ന കൂത്ത് കൂടിയാട്ടങ്ങൾക്ക് പുനർജനി നൽകുവാൻ ശ്രമിക്കുന്ന അമ്മന്നൂർ ചാക്യാരുടെ ജന്മസ്ഥലവും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തിലാണ്. തൃശൂർ പൂരത്തിന്റെ കൊടിയിറക്കം വടക്കുന്നാഥനിൽ അരങ്ങേറുമ്പോൾ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പൂരപ്പിറ്റേന്ന് ഉത്രം നക്ഷത്രത്തിൽ കൂടൽമാണിക്യത്തിൽ തുടക്കമാകുന്നു. ആറാട്ടുപുഴ പൂരവും പ്രസിദ്ധമാണെങ്കിലും അവ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളിയും ചുറ്റമ്പലത്തിനുള്ളിലെ താന്ത്രിക ചടങ്ങുകളും ക്ഷേത്ര സംസ്കാരത്തിന് ചേരുന്ന കലാപരിപാടികളും 17 ആനകൾ അണിനിരക്കുന്ന ശീവേലി എഴുന്നള്ളത്തും മറ്റ് ക്ഷേത്രോത്സവങ്ങളിൽ നിന്നും കൂടൽമാണിക്യത്തെ വ്യത്യസ്തമാക്കുന്നു. 5000 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്ന് ഗണിക്കപ്പെടുന്ന കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കീഴേടങ്ങളിലായി 12 ക്ഷേത്രങ്ങളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ സാക്ഷാൽ പെരുന്തച്ചൻ പണിതതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആലുവ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടുന്നു. പോട്ട ശിവക്ഷേത്രം, തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രം, അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രം, മനവലശ്ശേരി വാതിൽമാടം ഭഗവതി ക്ഷേത്രം, പോട്ട വാതിൽമാടം ഭഗവതി ക്ഷേത്രം, പടിയൂർ വാതിൽമാടം ഭഗവതി ക്ഷേത്രം, രാപ്പാൾ വാതിൽമാടം ഭഗവതി ക്ഷേത്രം, പൊന്മല ശിവക്ഷേത്രം, ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രം, മംഗലം വിഷ്ണു ക്ഷേത്രം, ആളൂർ വാതിൽമാടം ഭഗവതി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. ഭട്ടത്തിരിമാരും നമ്പൂതിരിമാരും തമ്മിൽ മാടത്തിലപ്പന്റെ ഊരായ്മയ്ക്കായി കലഹിച്ചപ്പോൾ നമ്പൂതിരിമാർ പെരുന്തച്ചനെ സമീപിച്ച് മറ്റൊരു ശിവക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും അതിന്റെ ഫലമായി പെരുന്തച്ചൻ പണിതുകൊടുത്ത ക്ഷേത്രമാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമെന്ന് ചരിത്രം. ശിവ പാർവതിമാരെ ഒരേ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളൊന്നാണിത്. സ്ഥലം മാറിപ്പോയതറിഞ്ഞ് നിരാശനായൊരു നമ്പൂതിരി പോട്ടെ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നും ഉണ്ടായി എന്ന് ഗണിക്കപ്പെടുന്ന പോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പോട്ട ശിവക്ഷേത്രം ഇന്നും പ്രസിദ്ധമാണ്. അയ്യപ്പനു വേണ്ടി ഇരിഞ്ഞാലക്കുടയിൽ നിർമ്മിച്ച ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠയ്ക്ക് മുൻപ് ഭഗവതി കയറിയിരുന്ന സ്ഥലമാണ് അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രമെന്ന് ഐതിഹ്യം. കീഴടങ്ങളായ മറ്റു ക്ഷേത്രങ്ങൾക്കും ഇത്തരം ഐതിഹ്യങ്ങളുടെ പിൻബലമുണ്ട്. ശംഖ്, ചക്ര, ഗദ, ജപമാല എന്നിവയുമായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ജ്യേഷ്ഠനായ രാമനെ കാത്തിരുന്ന് നിരാശനായി അഗ്നിപ്രവേശനത്തിന് ഒരുങ്ങുന്ന ഭരതൻ ജ്യേഷ്ഠൻ എത്തുമെന്ന ഹനുമൽ സന്ദേശം കേട്ട് സന്തുഷ്ടനും സംതൃപ്തനുമായി തീർന്ന ഭരതനാണ് പ്രതിഷ്ഠാമൂർത്തി. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 8:10 8:40 മധ്യേയാണ് കൊടികയറ്റ ചടങ്ങുകൾ. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ 10 വരെ ശ്രീരാമ പഞ്ചശതി പാരായണം, തുടർന്ന് നാരായണീയ പാരായണം എന്നിവ നടക്കും. വൈകിട്ട് 6:30 ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം. വൈകിട്ട് 7:30 ആചാര്യവർണ്ണത്തെ തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം മിഴാവ് ഒച്ചപ്പെടുത്തൽ, സൂത്രധാരക്കൂത്ത്, നങ്ങ്യാർകൂത്ത്, മൃദംഗമേള എന്നിവ നടക്കും. ബന്ധപ്പെട്ട് ഭംഗിയായി നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആദ്യപടിയായിട്ടുള്ള കലവറ മറക്കൽ, അത് ധാരാളം ഭക്തജനങ്ങൾ പലവ്യഞ്ജനങ്ങളും അരിയും പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ശുദ്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി ദീപാലങ്കാര പന്തലിൻ്റെയും ദീപാലങ്കാരത്തിൻ്റെയും എക്സിബിഷൻ്റെയും ആനപ്പടി വാതിലിൻ്റെയും ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അലങ്കാര പന്തലിൻ്റെ പണി ഏറെക്കുറെ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ദീപാലങ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ജോലികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ വർഷം
വളരെ മനോഹരമായ രീതിയിൽ പൂപ്പന്തൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പള്ളിവേട്ട ആൽ ദീപാലങ്കാര പ്രഭയിൽ വർഷങ്ങളായി പ്രവാസി വ്യവസായി നിസാർ അഷ്റഫാണ് പള്ളിവേട്ട ആലിലെ ദീപാലങ്കാരം നടത്തിവരുന്നത്. കാറളത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. കാറളം പുല്ലത്തറ സെന്ററിന് സമീപം വെള്ളേപ്പറമ്പിൽ വീട്ടിൽ പ്രസിദ്ധയ്ക്കാണ് രാവിലെ പാമ്പ് കടിയേറ്റത്. വീട്ടുപറമ്പിലെ പുല്ലു പറിക്കുന്നതിനിടയിലാണ് പാമ്പിന്റെ കടിയേറ്റത്. ഉടൻ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താണിശ്ശേരി കനാൽ ബണ്ടിന് സമീപം വെച്ചാണ് നടവൻപ് സ്വദേശി പീടിക്കാട്ടുപറമ്പിൽ സനീഷിന് പാമ്പ് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ ഇദ്ദേഹം ജോലിക്കായി സാധനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനായാണ് താണിശ്ശേരിയിൽ എത്തിയത്. സാധനങ്ങൾ വാഹനങ്ങൾ കയറ്റുന്നതിനിടയിലാണ് പാമ്പിന്റെ കടിയേറ്റത്. സനീഷിനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരെ നിയമ നടപടിക്ക് വിധേയമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഏപ്രിൽ 28-ന് വിവിധ പട്ടികജാതി വർഗ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലിനെ പിന്തുണയ്ക്കണമെന്ന് KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷയത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ലോചനൻ അമ്പാട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ബാബു കാളക്കല്ല്, ജില്ലാ പ്രസിഡന്റ് വിമൽ മാസ്റ്റർ, ജില്ലാ ട്രഷറർ PC ബാബു, ജോയിന്റ് സെക്രട്ടറി ജ്യോതിഷ് PT, ഇരിങ്ങാലക്കുട യൂണിയൻ പ്രസിഡന്റ് സുമേഷ് VS എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അതിസംഘർഷം നിറഞ്ഞുകൊണ്ട് തന്നെയാണ് 24-ാം തീയതി. KPMS പോലുള്ള സ്ഥാനങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകാറില്ല. പക്ഷേ ഇവിടെ നീതി ലഭിക്കേണ്ട ജനവിഭാഗങ്ങൾക്ക് നീതി ലഭിക്കാതെ വന്നപ്പോൾ അതിശക്തമായ പോരാട്ടത്തിലേക്കാണ് KPMS ഉൾപ്പെടെ പോകുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുവരെ ഇപ്പോൾ നമുക്കറിയാം ലോൺ ആപ്പ് പറഞ്ഞുകൊണ്ട് ഇതിനെ കേസിന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം കേരള പോലീസൊക്കെ വളരെ ജാഗ്രതയുള്ള വളരെ ബുദ്ധി വൈഭവമുള്ള പോലീസാണ്. ലോൺ ആപ്പിൻ്റെ പ്രതികളെ 2-3 ദിവസം കൊണ്ടാണ് പിടിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്താണ് ഈ വിഷയം നടന്നിട്ടുള്ളത്. മൂക്കിന് താഴെയുള്ള പ്രതികളെ നാളിതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അപമാനകരമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ആശങ്ക നിറഞ്ഞ ഒരു വിഷയമാണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചു. ഒരു രീതിയിലും പോലീസ് പ്രതികളെ പിടിക്കാൻ തയ്യാറാവുന്നില്ല, അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഹർത്താൽ പോലുള്ള ഒരു സമരത്തിന് നമ്മളെല്ലാവരും ആ രീതിയിലേക്ക് ഞങ്ങൾ ഉൾപ്പെടെ ഒരുങ്ങിയത്. ഇതൊരു സാമൂഹ്യ നീതിയുടെ വിഷയമാണ്. പട്ടികജാതിക്കാരുടെ വിഷയം വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഉൾപ്പെടെ മൗനത്തിലാണ്. ചില സമരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ല, അല്ലാതെ ആത്മാർത്ഥമായി ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ KPMS വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെയും KCYM-ന്റെയും നേതൃത്വത്തിൽ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നു. മെയ് 1-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംഘടിപ്പിച്ചിട്ടുള്ള ആരോഗ്യമേള ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വികാരി ഫാദർ സിൻഡോ ആലപ്പാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം, തൃശൂർ ദയ ഹോസ്പിറ്റൽ, ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ആരോഗ്യമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യ ക്ലാസ്, പരിശീലനം, പ്രമേഹ പരിശോധന, രക്തപരിശോധന, കാഴ്ച പരിശോധന, TB പരിശോധന, ജനറൽ മെഡിസിൻ, സൗജന്യ മരുന്നു വിതരണം, രക്തഗ്രൂപ്പ് നിർണയം, രക്തദാന സ്വീകരണം എന്നിവ ആരോഗ്യമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് KJ ജോൺസൺ, സെക്രട്ടറി ജോസഫ് ഷൈൻ, ട്രസ്റ്റിമാരായ ആൻഡ്രു ലോനപ്പൻ, ഡേവിസ് നെടുമ്പറമ്പിൽ, KCYM ഭാരവാഹികളായ ജെറാൾഡ് ജക്സൺ, സാവൻ പോൾസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ദേവാലയ അങ്കണത്തിൽ മെയ് 1-ാം തീയതി രാവിലെ 9 മണി മുതൽ 1 മണി വരെ ആരോഗ്യമേള സംഘടിപ്പിച്ചിരിക്കുകയാണ്. പള്ളി കേന്ദ്ര സമിതിയുടെയും KCYM-ന്റെയും ആളൂർ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും തൃശൂർ ദയാ ഹോസ്പിറ്റലിൻ്റെയും ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ആരോഗ്യമേള നടത്തപ്പെടുന്നത്. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോസ്ലി ഫ്രാൻസിസ് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും.
ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അല്ലി പ്ലാക്കൽ ജെ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കോർഡിനേറ്ററും അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടുള്ള ശ്രീ ജിജേഷ് സാറ് ആണ് ഇതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുക. കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന KCYM സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് 1 രാവിലെ 9 മണിക്കാണ് രജിസ്ട്രേഷൻ അതിൻ്റെ പരിപാടിയിൽ തുടങ്ങുക. അതിനുശേഷം ആരോഗ്യ ക്ലാസ്, പരിശീലനം, CPR കൊടുക്കുന്ന പരിശീലനം, പ്രമേഹ പരിശോധന, രക്തപരിശോധന, കാഴ്ച പരിശോധന, TB പരിശോധന, ജനറൽ മെഡിസിൻ വിഭാഗം, പിന്നെ അതുപോലെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായ മരുന്ന് വിതരണം, രക്തഗ്രൂപ്പ് നിർണയം, രക്തദാന സ്വീകരണം, ഇത്തരം പരിപാടികളാണ് നമ്മൾ ഇതിനോട്. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനോടനുബന്ധിച്ചുള്ള ഉത്സവത്തിന് കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഓട്ടൂർ മേക്കാട്ട് വിനോദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുറിയടത്ത് രുദ്രൻ നമ്പൂതിരി കൂറയും പവിത്രയും നൽകി. തുടർന്ന് കൊടിപ്പുറത്ത് വിളക്ക് നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.